യേശു അവളോട്, സ്ത്രീയെ, നിന്റെ വിശ്വാസം വലിയത്, നിന്റെ ഇഷ്ടം പോലെ നിനക്ക് ഭവിക്കട്ടെ എന്ന് ഉത്തരം പറഞ്ഞു. ആ നാഴിക മുതൽ അവളുടെ മകൾക്ക് സൗഖ്യം വന്നു. പ്രൈസ് ദി ലോർഡ്. ഞാൻ ഒത്തിരി തവണ മുൻപ് ഞാൻ ഈ ഭാഗം പ്രസംഗിച്ചിട്ടുണ്ട്. എന്നാൽ ഇന്ന് പകലിൽ പരിശുദ്ധാത്മാവ് വളരെ വ്യക്തമായ നിലവാരത്തിൽ ഇന്ന് നിങ്ങളോട് ഇടപെടും. പ്രൈസ് ദി ലോർഡ്. ഇവിടെ ഒരു സഹോദരിയുടെ മകൾക്ക്, ആമേൻ, അവൾ ട്രീറ്റ്മെൻറ്റ് കൊടുത്തിട്ടും ലോകത്തിലുള്ള വൈദ്യന്മാരുടെ അരികിലും മന്ത്രവാദിയുടെ അരികിലും ആ പൈതലിനെ കൊണ്ടുപോയിട്ട് ആർക്കും ആ കുഞ്ഞിനൊരു സൗഖ്യം കൊടുക്കുവാൻ കഴിയാതെ വരുമ്പോൾ, അവൾ വളരെ പ്രയാസപ്പെട്ട് ഭവനത്തിലിരിക്കുമ്പോൾ ഏതോ ഒരു സഹോദരി അതുവഴി കടന്നു വരുവാനിടയായിരിക്കും. ആമേൻ. എന്നാൽ ആ സഹോദരി ആ ഭവനത്തിൽ കയറി, ആമേ, ഒരുപക്ഷെ ഈ സഹോദരിയുടെ ക്ഷേമങ്ങൾ ആമേ അന്വേഷിച്ചിരിക്കും. ആമേൻ. അന്വേഷിച്ചത് മുഖാന്തരം ആ സഹോദരി യേശുവിനെ അവർക്ക് പരിചയപ്പെടുത്തി കൊടുക്കുവാൻ ഇടയായിരിക്കും. അങ്ങനെ ആയിരിക്കണം ഈ സഹോദരി യേശുവിൻ്റെ അരികിൽ വരുവാൻ ഇടയായി തീർന്നത്. പ്രൈസ് ദി ലോർഡ്. നമുക്കറിയാം, ഈ സന്ദേശം കേട്ടുകൊണ്ടിരിക്കുന്ന ദൈവമക്കൾ, ആമേ, സ്തോത്രം, നിങ്ങൾ മറ്റുള്ളവർ പറഞ്ഞ് അറിഞ്ഞ് വന്നവരാ. സ്തോത്രം, ഹല്ലേലൂയ. ഞാൻ വിളിച്ചിട്ട് വന്നവരല്ല എൻ്റെ മുമ്പിൽ ഇരിക്കുന്നത്. ആമേ, ഇവിടെ വന്ന് ആരാധിച്ച് ആരാധന അനുഭവിച്ച ദൈവമക്കൾ പറഞ്ഞാണ് നിങ്ങൾ ഇതിനകത്ത് വന്നത്. പ്രൈസ് ദി ലോർഡ്. പക്ഷെ നിങ്ങൾ ഇതിനകത്ത് വന്നത് യേശു ക്രിസ്തുവിനെ ആരാധിക്കുവാനാ. എന്ന് വെച്ചാൽ കഴിഞ്ഞ നാളുകളിൽ നിങ്ങൾ ചുമന്നുകൊണ്ട് നടന്ന ആമേ ചില വിഷയത്തിൻ്റെ നടുവിൽ ഒരു വിടുതൽ എനിക്കും എൻ്റെ കുടുംബത്തിനും എൻ്റെ തലമുറകൾക്കും ആമേ ലഭിക്കണമെന്നുള്ള ഉദ്ദേശശുദ്ധിയോടുകൂടെയാണ് നിങ്ങൾ ഇവിടെ വന്നിരിക്കുന്നത്. എനിക്കറിയാം, ആമേ, എൻ്റെ മുമ്പിലിരിക്കുന്ന സഹോദരങ്ങൾ ഒത്തിരി ദൈവദാസന്മാരുടെ ശുശ്രൂഷകൾ അനുഭവിച്ചവരാണ്. ഒത്തിരി ആമേ ആരാധനകളിൽ നിങ്ങൾ പങ്കെടുത്തവരാണ്. പക്ഷേ എന്നാൽ ഇന്ന് പകലിൽ ഞാൻ, ആമേ, സ്തോത്രം, ഈ സഹോദരി ഒന്ന് നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുകയാ. സ്തോത്രം. ആരാണ് ഈ സഹോദരി? ഇവൾ പെന്തിക്കോസ്തുകാരിയല്ല, ഇവൾ ക്രിസ്ത്യാനിയല്ല. ആമേ, ഒരു പള്ളിയിലും ഈ സഹോദരിക്ക് മെമ്പർഷിപ്പില്ല. പ്രൈസ് ദി ലോർഡ്. ശ്രദ്ധിക്കണമേ. എന്നാൽ ആമേ ഈ ക്രിസ്ത്യാനികളായ ആമേ ദൈവമക്കളുടെ ദൈവത്തെ, അതായത് യേശു ക്രിസ്തുവിനെ ഈ സഹോദരിക്ക് മുൻപേ അറിയാമായിരുന്നു. ഒരിക്കലും അവർക്ക് യേശുവിനെ അറിയത്തില്ലായിരുന്നു. പ്രൈസ് ദി ലോർഡ്. പക്ഷേ ഏതോ ഒരു മിഷണറി, ഏതോ ഒരു സഹോദരി, ഏതോ ഒരു ദൈവദാസൻ അവരുടെ വിഷയം കേട്ടപ്പോൾ ആമേ അവർ യേശുവിനെ അവർക്ക് പരിചയപ്പെടുത്തി കൊടുത്തു. പ്രൈസ് ദി ലോർഡ്. ഇന്ന് പകലിൽ നീ കൊണ്ടുവന്ന വിഷയം ഏതും ആയിക്കോട്ടെ, പക്ഷെ ആ ഹൃദയത്തെ ഒന്ന് തുറന്നു കൊടുക്കാൻ തയ്യാറായാൽ, ഈ വചനമൊന്ന് സ്വീകരിക്കുവാൻ നീ തയ്യാറായാൽ, നിന്റെ വിഷയത്തിൻ്റെ മേൽ ദൈവത്തിൻ്റെ കരം ചലിക്കുവാൻ തുടങ്ങും. പ്രൈസ് ദി ലോർഡ്. വിശ്വാസമുള്ളവർ ഇതിനകത്ത് ഇരിപ്പുണ്ടെങ്കിൽ അവർ ആ കരങ്ങളെ തട്ടി കർത്താവിനൊന്ന് സ്തോത്രം ചെയ്തേ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നോക്കണമേ, വളരെ വിഷമിച്ച് ദീർഘവർഷങ്ങൾ കൊണ്ട്, ആമേ, സ്തോത്രം, ഈ സഹോദരി തൻ്റെ തലമുറയുടെ വിഷയവുമായി ബന്ധപ്പെട്ട് അവളുടെ ജീവിതത്തിൽ ഒരു സ്വസ്ഥതയില്ലാതെ, ഒരു സമാധാനമില്ലാതെ ഇരിക്കുമ്പോൾ, ആമേ, ഇനി എവിടെ പോയാൽ എനിക്കൊരു വിടുതൽ കിട്ടുമെന്ന് പറഞ്ഞ് അവൾ ആഗ്രഹത്തോടു കൂടി ഇരിക്കുമ്പോൾ അവൾ യേശുവിനെ കുറിച്ച് അറിയുവാനിടയായി. എൻ്റെ മുമ്പിൽ സന്ദേശം കേൾക്കുന്ന ദൈവ പൈതല്, നിന്റെ തലമുറയ്ക്ക് വേണ്ടിയാണോ ഇന്ന് പകൽ നീ ഇതിനകത്ത് വന്നതെങ്കിൽ, ഇന്ന് പകൽക്കാലം നിനക്ക് വേണ്ടി ഒരു വഴി തുറക്കുവാൻ ആമേ ദൈവം ആഗ്രഹിക്കുന്നു. കഴിഞ്ഞ നാളുകൾ പിശാച് തകർത്തുകൊണ്ടുപോയ, കഴിഞ്ഞ നാളുകൾ നിന്റെ മറുപടി അടച്ചു വെച്ച ആമേ ചില പ്രതിസന്ധികളെ ഇന്ന് പകൽ ദൈവം അഴിക്കട്ടെ. പ്രാർത്ഥിക്കുന്ന നിന്റെ കുടുംബത്തോട്, പ്രാർത്ഥിക്കുന്ന നിന്റെ തലമുറയോട് മറഞ്ഞിരിക്കുന്ന അന്ധകാര ശക്തികളെ ഇന്ന് പകൽക്കാലം ദൈവം ശാസിക്കട്ടെ. കാരണം വിശ്വാസത്തോടെ വന്നവളെ, വിശ്വാസത്തോടെ വന്നവനെ, യൂട്യൂബിൽ എന്നെ ശ്രദ്ധിച്ചു കൊണ്ടിരിക്കുന്ന അവ സഹോദരി സ്നേഹിത, നീ വിശ്വാസത്തോടെ മുഴങ്കാലും അടക്കിയെങ്കിൽ, നീ വിശ്വാസത്തോടെ സന്ദേശം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ നിന്റെ പുരക്കകത്ത് മറഞ്ഞിരിക്കുന്ന ആമേ ചില ദുഷ്ട വ്യാപാരത്തെ ഇന്ന് പകൽ
ദൈവം അടിച്ചുകൊണ്ട് നിന്റെ തലമുറയോട് വെല്ലുവിളിക്കുന്ന, നിന്റെ തലമുറയ്ക്കെതിരെ മറഞ്ഞിരിക്കുന്ന, നിന്റെ തലമുറയെ ആത്മഹത്യയുടെ പ്രവണതയിലേക്ക് വലിച്ചു കൊണ്ടുപോകുന്ന നിന്റെ തലമുറ കുടുംബത്തിനകത്ത് അന്തരീക്ഷം മാറ്റി അവനിൽ മറഞ്ഞിരിക്കുന്ന ചില ദുർഭൂത ശക്തികളെ ഇന്ന് പകലിൽ യേശു ഒറ്റ വാക്കിനാൽ അതിനെ പുറത്താക്കുന്നു. കരമടിച്ച് കർത്താവിന് സ്തോത്രം ചെയ്ത് നാളുകൾ കൊണ്ട് വിഷമിച്ച്, നാളുകൾ കൊണ്ട് കണ്ണുനീരൊഴുകി, നാളുകൾ കൊണ്ട് മറുപടിയില്ലാതെ കരഞ്ഞ് വിലപിച്ചു കൊണ്ടിരിക്കുന്ന ദേശമേ, കുടുംബമേ, യേശു വന്നിട്ടുണ്ട്. യേശു വന്നിട്ടുണ്ട്. അവൻ നിനക്ക് വേണ്ടി നിശ്ചയമായ ഒരു അത്ഭുതം ചെയ്യും. കരങ്ങളെ തട്ടി അന്യഭാഷകളിൽ അല്പസമയം ദൈവത്തെ ആരാധിച്ചോ. നിന്റെ കുടുംബങ്ങളിൽ മറഞ്ഞിരിക്കുന്ന നിന്റെ വിഷയത്തിന് മറുപടിയില്ലാതെ നീ വർഷങ്ങളായി കണ്ണുനീരൊഴുകി കരഞ്ഞിട്ട് ഇതുവരെ ഒരു മറുപടി കാണുവാൻ കഴിയാതെ വന്ന് തളർന്നിരിക്കുന്ന ദൈവവൈതലേ, തളർന്ന കൈകളെ ബലപ്പെടുത്തുക. ഇന്ന് പകലിൽ നിന്റെ കൂടെ അവൻ നടന്നുണ്ട്. ഞാൻ ഈ ദൂത് പറയുമ്പോൾ ചില കുടുംബങ്ങളിൽ മറഞ്ഞിരിക്കുന്ന, ചില കുടുംബത്തിൽ വിടുതൽ ഇറങ്ങാതെ വന്ന, അതിനെ തടസ്സപ്പെടുത്തുന്ന ചില പൈശാചിക ഫലങ്ങൾ ഇന്ന് പകലിൽ അഴിയട്ടെ. കരമടിച്ച് കർത്താവിനൊന്ന് സ്തോത്രം ചെയ്ത് എല്ലാവരും പ്രാർത്ഥിച്ചാട്ടെ. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാല കർത്താവേ, എന്റെ വിഷയത്തിനൊരു മറുപടി തരണമേ. ഞാൻ വന്നത് നിന്നെ കണ്ടുകൊണ്ടാ, ഞാൻ ആശ്രയിച്ചത് നിന്നിലാണ്. അവിടെ നിന്ന് എനിക്ക് വിടുതൽ വരേണ്ടത്. ഞാൻ ഒരു പള്ളിക്കാരെ വിശ്വസിച്ചിട്ടില്ല, ഒരു പാസ്റ്ററെ ഞാൻ വിശ്വസിച്ചിട്ടില്ല. പക്ഷെ ഞാൻ വിശ്വസിച്ചത് ദൈവത്തിന്റെ വചനമാണ്. നിന്നിൽ തന്നെയാണ് ഞാൻ വിശ്വസിച്ചത്. അങ്ങനെയാണെങ്കിൽ ഇന്ന് പകലിൽ നിന്റെ മറുപടി വരുന്നുണ്ട്, മറുപടി വരുന്നുണ്ട്, മറുപടി വരുന്നുണ്ട്. സുറോഫോനിക്കാരിയായ കനാന്യ സഹോദരിയെ, നിന്റെ മറുപടി വരുന്നുണ്ട്. കർത്താവ് നിനക്ക് വേണ്ടി ഇതാ ഇറങ്ങി വരുന്നുണ്ട്. വിശ്വാസത്തോടെ യേശുവിന്റെ അടുക്കൽ ആ കനാന്യ സ്ത്രീ വന്നു. എന്താണ് അവളുടെ വിഷയം? അവളുടെ വിഷയം തലമുറയുടെ വിഷയം. അവളുടെ തലമുറയ്ക്ക് എന്ത് സംഭവിച്ചു? ആമേൻ. അവൾ പറയുകയാ, എൻ്റെ മകൾക്ക് ഭൂത ഉപദ്രവം അതികഠിനമായിരിക്കുന്നു. സ്തോത്രം. ഹല്ലേലൂയ. ലോകത്തിലുള്ള എല്ലാ ഇടങ്ങളിലും അവിടെ കുഞ്ഞിനെ അവൾ കൊണ്ടുപോയി. ആർക്കും അതിനെ രക്ഷിപ്പാൻ കഴിഞ്ഞില്ല. പ്രൈസ് ദി ലോർഡ്. എന്നാൽ ഉലകത്തിൽ കോടാനുകോടി ദൈവങ്ങൾ വസിക്കുമ്പോൾ അതിൻ്റെ നടുവിൽ കൂടി പുറംജാതിയിൽപ്പെട്ട ഒരു സഹോദരി യേശുവിൻ്റെ അടുക്കൽ പുരുഷാരത്തിൻ്റെ ഇടയിൽ കൂടി കടന്നു വരുന്ന യേശുവിൻ്റെ അടുക്കൽ അവർക്ക് കടന്നു വരാതെ വണ്ണം തിക്കും തിരക്കും കാരണം ഏറ്റവും പുറകിൽ നിന്ന് അവൾ നിലവിളിക്കുകയാ, യേശുവേ, ദാവീദ് പുത്ര, എന്നോട് കരുണ തോന്നണമേ. ഒരു പക്ഷേ കഴിഞ്ഞ നാളുകളിൽ നീ അലറി വിളിച്ച് കരഞ്ഞ ചില വിഷയത്തിൻ്റെ മറുപടി പിശാച അടച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ ഇന്ന് പകലിൽ ദൈവം ഈ ദൂത് പറയുമ്പോൾ നിന്റെ പുരയ്ക്കകത്ത് തുറക്കാൻ പോകുകയാ. നിന്റെ മറുപടിക്ക് തടസ്സമായതിനെ, നിന്റെ തലമുറയുടെ ഭാവിക്ക് തടസ്സമായതിനെ, നിന്റെ ആത്മീയതയ്ക്ക് തടസ്സമായതിനെ ദൈവം മണ്ണിൽ നിന്നും തുടച്ചു മാറ്റോ. പകരം പട്ടണത്തിൽ, കുടുംബത്തിൽ ദൈവം നിന്നെ ഉറപ്പിക്കോ. ഹല്ലേലൂയ. ഇന്നിപ്പോ ഇനി ഒരു അഡ്ജസ്റ്റ്മെന്റ് ഇല്ല ഇതിനകത്ത്. അവസരങ്ങൾ പലപ്പോഴും പലർക്കും ലഭിച്ചിട്ടും ദൈവസന്നിധിയിൽ മടങ്ങി വരുവാൻ കഴിയാതെ വന്ന പ്രാർത്ഥിക്കുന്നവർക്കെതിരെ വിരൽ ചൂണ്ടി നിന്നെ തകർത്തുടച്ചു കളയുവാൻ നിന്റെ കുടുംബത്തിൽ ചില വ്യക്തികളുടെ പുറകിൽ മറഞ്ഞിരിക്കുന്ന ദേശത്തിന്റെ വ്യാപാരത്തെ പിശാചിന്റെ അന്ധതയെ ഇന്ന് പകലിൽ ദൈവം അഴിക്കട്ടെ. കരമടിച്ച് കർത്താവിന് സ്തോത്രം ചെയ്തു. ഇന്ന് പകലിൽ ഹല്ലേലൂയ പ്രാർത്ഥിക്കുന്ന നിനക്കെതിരെ, പ്രാർത്ഥിക്കുന്ന
നിന്റെ കുടുംബത്തിനെതിരെ മറഞ്ഞിരിക്കുന്ന ചില മണ്ഡലങ്ങൾ അഴിയട്ടെ. ഇന്നലകളിൽ വരെ നീ കേട്ട പരിഹാസവും നിന്നയോ, ഇന്നലകളിൽ വരെ നീ ചുമന്ന ചില ഭാരങ്ങൾ, ഇന്നലകളിൽ വരെ നിന്നെ ഒതുക്കിക്കളയുവാൻ ശ്രമിച്ച ചില കുടികിരിപ്പിന്റെ വ്യാപാരത്തെ ഇന്ന് പകലിൽ എന്റെ ദൈവം അഴിക്കട്ടെ. വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ കരമടിച്ച ദൂത് സ്വീകരിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ ആമേൻ. നിനക്കൊരു സ്വസ്ഥത തരികയില്ലെന്ന്, നിനക്കൊരു വിടുതൽ തരത്തില്ലെന്ന് ആമേൻ നിനക്കെതിരെ മറഞ്ഞിരുന്ന് വ്യാപരിക്കുന്ന ആമേൻ ഹല്ലേലൂയ നീ തലമുറയുടെ നന്മ കാണത്തില്ല, നിന്റെ തലമുറയുടെ വിടുതൽ നീ ഇനി കാണത്തില്ല, അത് അനുഭവിക്കത്തില്ല. ആമേൻ. നീ ക്രിസ്ത്യാനികളുടെ പുറകെ ഇറങ്ങിപ്പോയില്ലേ? ഞങ്ങൾ സേവിച്ചു വന്ന എൻ്റെ അപ്പനും അമ്മയും അപ്പച്ചനും ആചരിച്ചു വന്ന ആ കുടുംബപരമായ ആചാരങ്ങളെ വിട്ടുമറന്ന് നീ ക്രിസ്ത്യാനിയുടെ പുറകിൽ നീ തുള്ളുന്നവരുടെ മുമ്പിൽ നീ ഇറങ്ങിപ്പോയവളല്ലേ? നിന്നെ ആക്ഷേപിച്ചവരുടെ നടുവിൽ, നിന്നെ പരിഹസിച്ചവരുടെ നടുവിൽ 2025 ഈ 5-ാം മാസം ഈ 2ാമത്തെ പകലിൽ പരിശുദ്ധാത്മാവ് ദേശത്തോട് സംസ്ഥാനത്തോട് രാജ്യങ്ങളോട് വിളിച്ചു പറയുന്നു. നീ ഏത് ഭാഷക്കാരനായാലും, നീ ഏത് ജാതിക്കാരനായാലും യേശു നിനക്ക് വേണ്ടി ഇടപെടും. നിന്റെ പ്രാർത്ഥനയുടെ മറുപടി ചൂടമന ഹസ്തരാജ. കരമടിച്ച് കർത്താവിന് സ്വതന്ത്രം ചെയ്തേ. ഹല്ലേലൂയ. പ്രാർത്ഥിച്ച് മടുത്തുപോയവർ, പ്രാർത്ഥിച്ച് നിരാശപ്പെട്ടു പോയവർ ഈ ദൂത് കേൾക്കുന്നുണ്ടെങ്കിൽ ഇന്ന് പകൽക്കാലം നെഞ്ചത്ത് കൈവച്ചിട്ട് പറ, നിന്റെ ശരീരത്തിൽ മറഞ്ഞിരുന്ന ഓരോ രോഗങ്ങൾ കൊണ്ടിട്ട് നിന്നെ കണ്ണുനീര് കുടിപ്പിക്കുന്ന ഏത് അന്ധകാര ശക്തിയായാലും ഒരു ഡോക്ടർക്ക് പോലും പരിശോധനയിൽ വെളിപ്പെടുത്തി കൊടുക്കാതെ വണ്ണ, ഒരു ബ്ലഡ് റിസൾട്ടിന് പോലും രോഗം വെളിപ്പെടുത്തി കൊടുക്കാതെ വണ്ണ നിന്റെ ശരീരത്തെ രോഗമണ്ഡലങ്ങളെ മറച്ചു വെച്ച് നിന്നെ അസ്വസ്ഥതപ്പെടുത്തി പ്രാർത്ഥിക്കുവാൻ പോലും കഴിയാതെ വണ്ണം നിന്നെ തകർത്തുകൊണ്ടിരിക്കുന്ന ചില പൈശാചിക ബാധകൾ ശരീരം വിട്ട് പുറത്തു പോകും. കരമടിച്ച് കർത്താവിന് സ്വതന്ത്രം ചെയ്തേ. ഇന്ന് പകൽ പ്രത്യക്ഷമായ ഒരു വിടുതൽ. ഇന്ന് പകൽ ഹല്ലേലൂയ. ഭാവി ജീവിതങ്ങൾക്കെതിരെ, കുടുംബ ജീവിതങ്ങൾക്കെതിരെ, തലമുറകൾക്കെതിരെ പിശാച് മറിഞ്ഞ് പ്രവർത്തിക്കുന്ന ചില അന്ധതകൾ യേശുവിന്റെ നാമത്തിൽ അഴിയട്ടെ. കരമടിച്ച് ദൈവസന്നിധിയിൽ എല്ലാവരും ഒന്ന് ആരാധിച്ചേ. Hallelujah, mighty power, yes. ദൈവത്തിന്റെ തീ കത്തട്ടെ. Hallelujah. സ്തോത്രം. ആരാ ഈ സഹോദരി? ഈ സഹോദരി എവിടെ നിന്നാ വരുന്നേ? ആമേൻ. ഇവക്ക് നേരത്തെ യേശുവിനെ മുൻ പരിചയമുണ്ടോ? ഇനി യേശുവിൻ്റെ കൂടെയുള്ള ശിഷ്യന്മാർ ആരെങ്കിലും യേശുവിനെ കുറിച്ച് ഇവളെ പരിചയപ്പെടുത്തി കൊടുത്തിട്ടുണ്ടോ? ഒരിക്കലുമില്ല. പക്ഷേ ആരോ യേശുവിനെ കുറിച്ച് ആ സഹോദരിയുടെ ഭവനത്തിൻ്റെ അവസ്ഥ കണ്ടിട്ട്, അവിടെ തലമുറയുടെ അവസ്ഥ കണ്ടിട്ട് ആരോ യേശുവിനെ അവൾക്ക് പറഞ്ഞു മനസ്സിലാക്കി കൊടുത്തു. യേശുവിനെ ആ വീട്ടിൽ ഇറക്കി കൊടുത്തു. ആ നിമിഷം മറ്റൊന്നും സഹോദരി നോക്കിയില്ല. അവൾ അവിടെ ഭർത്താവിനെ നോക്കിയില്ല, അവിടെ സഹോദരങ്ങളെ നോക്കിയില്ല, അവളെ ബന്ധുക്കളെ നോക്കിയില്ല, അവിടെ രക്തബന്ധങ്ങളെ നോക്കിയില്ല. പക്ഷെ അവൾ പൂർണ്ണമായി ഹൃദയത്തെ വിട്ടുകൊടുത്തു. ആ രാത്രി മുഴുവൻ അവൾ ഉറങ്ങിയിട്ടില്ല. അവൾ യേശുവിനോട് കൂടെയായിരുന്നു. കർത്താവേ, ഞാൻ പാപിയായിരുന്ന മനുഷ്യ സ്ത്രീയാ, എന്നാൽ നിന്നെ കുറിച്ച് കേട്ടപ്പോൾ നീ വിശുദ്ധനായ ഒരു ദൈവമെന്ന് എനിക്ക് മനസ്സിലായി. പക്ഷെ നിന്റെ അരികിൽ വരാൻ എനിക്ക് തടസ്സമുണ്ട്. ആ തടസ്സത്തെ ഇന്ന് രാത്രി എൻ്റെ ഹൃദയത്തിൽ നിന്നും എൻ്റെ ശരീരത്തിൽ നിന്ന് ദൈവം അഴിച്ചു തരണമേ. എൻ്റെ കുറവുകളെ, എൻ്റെ ഹല്ലേലൂയ പോരായ്മകൾ
മകളെ ദൈവം മാറ്റി. നാളെ ഇതുവഴി സുറോഫോനിക്ക ജാതിയിൽപ്പെട്ട ഞാൻ ആമേ ഹല്ലേലൂയ ഇതുവഴി കടന്ന് യേശു പോകുമ്പോൾ എനിക്ക് നിന്റെ അരികിൽ വരണം. എടാ, യേശുവിന്റെ അരികിൽ വരുക. നിനക്ക് എന്തേലും തടസ്സമുണ്ടെങ്കിൽ ഇന്ന് പകൽക്കാലം യേശുവിനോട് വിട്ടുകൊടുക്ക്. ഇന്ന് പകൽ നിന്റെ വിഷയത്തെ അവൻ കർത്താവ് ഇടപെട്ട് അവൻ പരിഹരിച്ച വിടത്തുള്ളൂ. നിനക്ക് വേണ്ടി നിന്റെ പുരക്കകത്തെൻ്റെ അപ്പൻ വരും. ആമേൻ. അതിൻ്റെ തെളിവാണ് മത്തായിയുടെ സുവിശേഷം 15-ാം അധ്യായം 21-ാമത്തെ വാക്യം ഒരാൾ വായിച്ചേ. മത്തായി 15:21 മുതൽ. യേശു അവിടം വിട്ട്, ശ്രദ്ധിച്ചേ, ഏത് സ്ഥലത്തു കൂടിയാ യേശു വരുന്നേ? സോർ, സീദോൻ എന്ന പ്രദേശങ്ങളിൽ കൂടി യേശു വാങ്ങിപ്പോയി. അടുത്ത് ആ ദേശത്ത് നിന്ന് ഒരു കനാന്യ സ്ത്രീ, ആരാച്ചാ? ഒരു കനാന്യ സ്ത്രീ. ആമേൻ. യേശുവിനോട്, കർത്താവേ ദാവീദ് പുത്ര, എന്നോട് കരുണ തോന്നണമേ, എൻ്റെ മകൾക്ക് ഭൂത ഉപദ്രവം അതികഠിനമായിരിക്കുന്നു. ആമേൻ. മതി. സ്തോത്രം. ഇന്നത്തെ രക്ഷിക്കപ്പെട്ട ദൈവമക്കൾ ആരെങ്കിലും ഒരു മകളെക്കുറിച്ചോ മകനെക്കുറിച്ചോ എൻ്റെ മകൾക്ക് ഭൂത ഉപദ്രവമാണെന്ന് നാട്ടുകാരെ വിളിച്ച് ഇളക്കോ, അറിയിക്കോ? ഒരിക്കലുമില്ല. രഹസ്യമായി കൃപാവര പ്രാർത്ഥന്മാരെ ബുക്ക് ചെയ്ത് വീട്ടിൽ കൊണ്ടുവന്ന് തലമുറകൾക്ക് വേണ്ടി പ്രാർത്ഥിപ്പിക്കുന്ന രീതിയാണ് ഇന്ന് ഈ കേരളത്തിൽ, ഇന്ത്യയിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ യേശുവിൻ്റെ കൂടെ ഒത്തിരി പുരുഷാരമുണ്ട്. ഇനി ഈ ടീമിനകത്ത് പുള്ളിക്കാർക്ക് കയറാൻ പറ്റുന്നില്ല. കാര്യം എന്നാണെന്നറിയോ? എൻ്റെ പൊന്ന് ദൈവദാസനെ, ഈ ലക്ഷക്കണക്കിന് ആളുകളുണ്ട്. ഇവരാരും യേശുവിനെ വിട്ടുകൊടുക്കുന്നില്ല. ഈ പുള്ളിക്കാരിക്ക് ഇതിൻ്റെ ഇടയ്ക്ക് കയറി വരാനും പറ്റുന്നില്ല. ഒന്ന് സ്വത്രം പറഞ്ഞേ. ഹല്ലേലൂയ. ഇനി പുള്ളിക്കാരി യേശുവിൻ്റെ മുമ്പിൽ കഴിഞ്ഞ ദിവസങ്ങൾ വന്ന് പരിചയവുമില്ല. നിങ്ങൾ മിണ്ടുന്നില്ലല്ലോ. ഹല്ലേലൂയ. അപ്പൊ എവിടെ മനസ്സ് വിചാരിക്കെ എങ്ങനെ യഹൂദനായ യേശുവിൻ്റെ അടുക്കൽ വരും? വരാൻ പറ്റുന്നില്ല. കാരണം തിക്കും തിരക്കോ. അതുകൊണ്ട് പുള്ളി ഏറ്റവും പുറകിൽ, അങ്ങനെ വായിച്ച ഏറ്റവും പുറകിൽ കിടന്ന് വിളിക്കുക, യേശു ഇത് വല്ലതും കേൾക്കുന്നുണ്ടോ? യേശു. അപ്പൊ കേട്ടോണ്ട് നിൽക്കുന്നവർ വിചാരിക്കുക യേശു പൊട്ടക്കണ്ണനാ, അല്ലെങ്കിൽ ഇവൾ ഒരു വെറും പ്രാന്തിയാ. കാരണം ഇത്രയും ആയിരക്കണക്കിന് പതിനായിരക്കണക്കിന് ആളുകളുടെ ഇടയിൽ കൂടി ആരാവാരവും പ്രാർത്ഥനയും സ്തുതിയും സ്തോത്രവും ഹല്ലേലൂയയും ഉയർന്നു മുഴങ്ങിക്കൊണ്ടിരിക്കുന്ന ആ ഒരു യാത്രയുടെ നടുവിൽ ഒരൊറ്റ ആള് പുറകിൽ നിന്ന് നിലവിളിച്ചാൽ അവ യേശു കേൾക്കുമോ? ഞാൻ പറയാം ദൈവ പൈതലേ, ഹൃദയം മുറുക്കത്തോടെ ഇന്ന് പകൽ ആമേ കർത്താവിന്റെ സന്നിധി വന്നിരുന്ന് ദൂത് കേൾക്കുമ്പോൾ, ഇന്നലെ രാത്രി വരെ നിനക്ക് സ്വസ്ഥതയില്ലായിരുന്നു, പക്ഷെ യേശു എന്ന രണ്ടക്ഷരം നിന്റെ ഹൃദയത്തിലേക്ക് ഇറങ്ങി വന്നപ്പോൾ, നീ വിട്ടുകൊടുക്കേണ്ടതുപോലെ വിട്ടുകൊടുത്ത് പ്രാർത്ഥിച്ചപ്പോൾ നിന്റെ ബെഡ്റൂമിനകത്ത് അവൻ ഇറങ്ങി വന്നില്ലേ? ഹല്ലേലൂയ. പല വാക്കുകൾ കൊണ്ട് നിന്നെ തളർത്തിക്കളഞ്ഞെങ്കിൽ അവൻ നിന്റെ തലമുറയുടെ മറുപടിയെ പിശാച് അടച്ചു വെച്ചെങ്കിൽ, ഏതെങ്കിലും ആഭിചാരകനെ കൊണ്ട്, ഏതെങ്കിലും ശകുനവാദിയെ കൊണ്ട്, ഏതെങ്കിലും മന്ത്രവാദിയെ കൊണ്ട്, ഏതെങ്കിലും ദോഷത്തെ കൊണ്ട് നിന്റെ വിടുതനെ അടച്ചു വെച്ചെങ്കിൽ, ആമേ ഹാലെ പരിശുദ്ധാത്മാവിൽ ഇന്ന് പകൽ ദൂത് വിളിച്ചു പറയാ, നിന്റെ ഒറ്റ സമർപ്പണം മതി, ആ വിശ്വാസം മതി. ഇന്ന് പകൽ നിന്റെ പുരക്കകത്ത് വിടുതൽ ഇറങ്ങുക, നിന്റെ തലമുറയിൽ വിടുതൽ നടക്കുവാൻ ഒന്ന് വിശ്വസിച്ച് യേശുവിനെ വിളിക്കേ. സ്തോത്രം. ഇവിടെ സൺഡേ സ്കൂളിൽ പോയി പ്രാർത്ഥന പഠിച്ച പുള്ളിക്കാരിയല്ല, ബൈബിൾ കോളേജിൽ പോയി ആമേ സ്തോത്രം വചനം പഠിച്ചവളല്ല. പ്രാക്ടിക്കലും തിയറി എന്തെന്ന് പോലും അവർക്ക് അറിയത്തില്ല. പക്ഷേ ഏതോ ഒരു മിഷണറി, അല്ലെങ്കിൽ ഏതോ ഒരു സഹോദരി, അല്ലെങ്കിൽ ഏതോ ഒരു സുവിശേഷകൻ അവളുടെ യേശുവിനെ കുറിച്ച് കാര്യം പറയുമ്പോൾ, ഒരു പക്ഷേ സ്രോഫോനിക്കക്കാരിയായ കനാന്യ സ്ത്രീ അവരോട് തിരിച്ച് പ്രതികരിച്ചിരിക്കാം, എനിക്കൊരു പ്രാർത്ഥന അറിയത്തില്ല, പക്ഷേ ഞാൻ എന്നതാ വിളിക്കേണ്ടേ? ഞാൻ എന്നതാ വിളിക്കേണ്ടേ? പുള്ളിക്കാരനൊരു പ്രാർത്ഥന കൊണ്ട് ചൊല്ലിക്കൊടുത്തു. എന്താ പ്രാർത്ഥന? യേശുവേ ദാവീദ് പുത്ര, എന്നോട്
കരുണ തോന്നണമേ. ഒന്ന് സ്വത്രം പറ. ഹല്ലേലൂയ. ഒരൊറ്റ പോയൻ്റെ ഉള്ളൂ, പക്ഷെ അത് തമ്പുരാനെ പിടിച്ച് കുലുക്കി. ഓ ഹല്ലേലൂയ. ലക്ഷക്കണക്കിന് ജനത്തിന്റെ ഇടയിൽ നിൽക്കുന്ന യേശു അവളെ കണ്ടെങ്കിൽ ഇന്ന് പകൽക്കാലം നീ വന്നതവൻ കണ്ടു, നിന്റെ വിഷയത്തെ അവൻ കണ്ടു. ഇന്ന് പകൽ അതിന്റെ മറുപടി ഇറങ്ങട്ടെ. അവൻ തടസ്സപ്പെട്ട് കിടക്കുന്ന, കാലപ്പഴക്കം കൊണ്ട് പുഞ്ചുപിടിച്ച് തടസ്സപ്പെട്ട് കിടക്കുന്ന ചില മേഖലകളിൽ ഇന്ന് പകൽ വിടുതൽ നടക്കട്ടെ. കരമടിച്ച് കർത്താവിന് സ്തോത്രം ചെയ്ത് യെസ് യെസ് യെസ്. യേശു സോർ സീദോൻ എന്ന പ്രദേശങ്ങളിൽ കൂടി വാങ്ങിപ്പോകുമ്പോൾ ആ ദേശത്ത് നിന്ന് കനാന്യായ സ്ത്രീ യേശുവിന്റെ അടുക്കൽ വന്ന് അവൾ ഏറ്റവും പുറകിൽ കൊണ്ട് നിലവിളിച്ചു കൊണ്ട് വരികയാ, യേശുവേ ദാവീദ് കുമാരാ, എന്നോട് കരുണ തോന്നണമേ. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. ശ്രദ്ധിച്ചേ, ആ നിലവിളി, ആ വാക്ക് ശിഷ്യന്മാർ ശ്രദ്ധിച്ചു. ഉടനെ പത്രോസ് എന്ത് ചെയ്യുന്നറിയാമോ? പുറകോട്ട് തിരിഞ്ഞു നോക്കി. എന്നെ ശ്രദ്ധിച്ചേ, പുറകോട്ട് തിരിഞ്ഞു നോക്കി. നോക്കിയപ്പോൾ കാണാം ഒരു കനാന്യ സ്ത്രീ അല്ലാതെ അവളെ കൂടെ ആരുമില്ല. ഒന്ന് സ്തോത്രം പറ. അപ്പൊ പത്രോസിനൊരു കാര്യം പിടികിട്ടി, ഇന്ന് വരെ മിനിസ്ട്രിക്കകത്ത് വന്ന പുള്ളിക്കാരിയല്ല. സ്തോത്രം പറഞ്ഞേ. ഇനി ഇവളെ ഒന്ന് പരിചയപ്പെടുത്തി കൊടുക്കുവാൻ, ഇവളെ ഒന്ന് റെക്കമെൻഡേഷൻ യേശുവിൻ്റെ അടുക്കൽ വന്ന് ചെയ്യുവാൻ ഇവക്കാരും. ഒന്ന് സ്തോത്രം പറ. എന്നാൽ ഇതിനകത്ത് വന്ന അനേകർ 99% പേരും ഓരോരുത്തർ പറഞ്ഞ് അറിഞ്ഞ് വന്നവരാ. അങ്ങനെയുള്ളവർ കരം ഉയർത്തി സ്തോത്രം പറ. എല്ലാവരും അങ്ങനെയാ, എല്ലാവരും അങ്ങനെ. പക്ഷേ ഒരു വിഷയത്തിന് വേണ്ടി, തലമുറയുടെ വിടുതലിന് വേണ്ടി ആമേ യേശുവിൻ്റെ അടുക്കൽ വരുവാൻ ഇവക്ക് പരിചയപ്പെടുത്തി കൊടുക്കാൻ ആരുമില്ലാച്ചാ, ആരുമില്ലാച്ചാ. എന്ന് വെച്ചാൽ ആ പട്ടണത്തിൽ ഇവൾ ഒറ്റപ്പെട്ടു പോയി. പ്രൈസ് വിടുതലില്ല, കളിയാക്കാൻ ആളുണ്ട്. എത്രയോ മന്ത്രവാദിയുടെ അരികിൽ ഈ കുഞ്ഞിനെ കൊണ്ടുപോയി എന്തെല്ലാം കർമ്മപരിപാടികൾ ചെയ്തു. എന്നിട്ടും വിഷയത്തിന് വിടുതലില്ലാതിരിക്കുമ്പോൾ ആ ഒറ്റയ്ക്ക് ഇറങ്ങിയില്ല യേശുവിൻ്റെ അടികൾ. ഭർത്താവ് നിനക്ക് അനുകൂലമല്ലല്ലോ, ഭർത്താവിൻ്റെ കുടുംബക്കാർ നിനക്ക് അനുകൂലമല്ലല്ലോ. നിന്റെ കൂടെ ജനിച്ച നിന്റെ രക്തബന്ധങ്ങൾ, ഒരമ്മയുടെ ഉദരത്തിൽ നിന്ന് വന്നവർ 8, 10, 5, 6, 3 ഉണ്ടെങ്കിൽ അവരൊന്നും നിനക്ക് അനുകൂല ഘടകമല്ല. ആരും നിനക്ക് അനുകൂല ഘടകമല്ലാതിരിക്കുമ്പോൾ പ്രാണനാഥനായ യേശുവിനെ നീ വിശ്വാസത്താൽ ഇന്ന് പകൽ നിന്ന് വിളിക്കാൻ തയ്യാറായാൽ നിന്റെ വിഷയത്തിന്റെ മറുപടി ഓൾറെഡി ഇമ്പോർട്ടന്റ്. നിന്റെ വിഷയത്തിന്റെ മേൽ ഇറങ്ങി ഇന്ന് പകൽ നിനക്ക് വേണ്ടി പ്രവർത്തിക്കുവോ ദൈവം ആഗ്രഹിക്കുന്നു. കരമടിച്ച് കർത്താവിന് സ്തോത്രം ചെയ്ത് ഹല്ലേലൂയ ഹല്ലേലൂയ. ഇന്ന് പകൽ കാല പ്രത്യക്ഷമായൊരു വിടുതൽ, പ്രത്യക്ഷമായൊരു വിടുതൽ. ഹല്ലേലൂയ. സ്തോത്രം സ്തോത്രം സ്തോത്രം. ആമേൻ. ഏറ്റവും പുറകിൽ നിന്ന് നിലവിളിക്കുക, യേശുവേ ദാവീദ് പുത്ര, എന്നോട് കരുണ തോന്നണമേ, കരുണ തോന്നണമേ, കരുണ തോന്നണമേ. കണ്ടോ, ആ വിളി കേൾക്കുമ്പോൾ പത്രോസ് പുറകിൽ തിരിഞ്ഞു നോക്കുമ്പോൾ ഏറ്റവും പുറകിൽ നിന്നൊരു സ്ത്രീ, ഒരു മുൻപരിചയം ഇതുവരെ കണ്ടിട്ടില്ല. കേട്ടോ, മിനിസ്ട്രിക്കകത്ത് ഇതുവരെ വന്ന് കർത്താവിൻ്റെ അരികിൽ വന്നിരുന്ന് പ്രാർത്ഥിക്കുകയോ ഒന്ന് കൈവച്ച് പ്രാർത്ഥിക്കുന്ന ഒരവസ്ഥ ഇതുവരെ ശിഷ്യന്മാരാരും ഇവളെ കണ്ടിട്ടില്ല. എന്നാൽ പത്രോസ് നോക്കുമ്പോൾ ഇവൾ പുറം ജാതിയിൽപ്പെട്ടൊരു പെണ്ണാ. ഹല്ലേലൂയ. പക്ഷേ ഇവക്ക് വരാൻ ചില തടസ്സങ്ങളുണ്ട്. എന്താണ് തടസ്സം? യേശുവിൻ്റെ കൂടെ നിൽക്കുന്നവരാ, ആരും വഴി മാറിക്കൊടുക്കുന്നില്ല. അതുകൊണ്ട് പുറകിൽ കിടന്ന് വിളിക്കുന്ന ഹലോ, തലമുറയുടെ വിഷയം പറഞ്ഞ് അവൾ ഏറ്റവും പുറകിൽ കിടന്ന് നിലവിളിക്കുമ്പോൾ എല്ലാവരും അവളെ ശ്രദ്ധിച്ചു. പത്രോസ് നോക്കുമ്പോൾ റെക്കമെൻഡേഷൻ ചെയ്യാൻ ആരുമില്ല. ഒറ്റപ്പെട്ട അനുഭവത്തിൽ കുടുംബം വിട്ട്, ചാർച്ചക്കാരെ വിട്ട്, ബന്ധം വിട്ട് ഇറങ്ങി വന്ന ദൈവ പൈതലേ, നീ ഒരു അക്രൈസ്തവനാണെങ്കിൽ ഇന്ന് പകൽ നിനക്ക് വേണ്ടി നിന്റെ പുരക്കകത്ത് ഇറങ്ങി വരുന്നൊരു ദൈവമുണ്ട്. വർഷങ്ങളായി നീ ഇറങ്ങി വന്നിട്ട് നിനക്കൊരു മറുപടി ഇല്ലാതിരിക്കുമ്പോൾ ഇന്ന് പകൽ ദൂത് കേട്ടോണ്ട് പുരക്കകത്ത് ചെല്ല്. നിനക്ക് തടസ്സമായതിന് ദൈവം നിന്റെ മുന്നിൽ നിന്ന് മാറ്റിത്തരും. പകരം ദൈവം നിന്നെ ഉറപ്പിക്കുക. കരമടിച്ച് കർത്താവിന് സ്തോത്രം ചെയ്യുന്ന പകൽ. ആമേൻ ആമേൻ. സ്തോത്രം പറഞ്ഞേ. പത്രോസ് ഇവളുടെ ശബ്ദം കേട്ടിട്ട്
പുരുഷാരത്തിൻ്റെ ഇടയിൽ കൂടി യേശുവിൻ്റെ അടുക്കൽ ചെന്ന് ആമേ സ്തോത്രം ഹല്ലേലൂയ വന്നേ 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 ഹല്ലേലൂയ യേശുവാ വരുന്നേ കണ്ടു. ഈ പുരുഷാരത്തിൻ്റെ ഇടയിൽ കൂടി യേശുവിൻ്റെ അടുക്കൽ ചെന്നിട്ട് പറയുക, കർത്താവേ, ഇതുവരെ മുൻപരിചയമില്ലാത്ത ഒരു ഹാല സഹോദരി നമ്മളെ മിനിസ്ട്രിക്കകത്ത് വരുന്നുണ്ട്. പക്ഷേ ഞാൻ നോക്കുമ്പോൾ അവർക്ക് റെക്കമെൻഡേഷൻ ചെയ്യാൻ ആരുമില്ല എന്ന് അവൻ പത്രോസിന് മനസ്സിലായി. പത്രോസ് പറയുക, കർത്താവേ, അവൾക്ക് എന്തോ ഒരു വിഷയമുണ്ട്, അവളെ ശല്യപ്പെടുത്തണ്ട, ഈ ആൾക്കൂട്ടത്തിൽ അവളെ കയറ്റണ്ട, അവൾക്ക് എന്തെങ്കിലും ചെയ്തു കൊടുക്കാനുണ്ടെങ്കിൽ ഒന്ന് ചെയ്തു കൊടുക്കുക, അവൾ അങ്ങ് പോട്ടെ, വിടുതൽ കൊണ്ട്. അവിടെ ചെന്നിരുന്നു. ഹല്ലേലൂയ. ആമേ തമ്പുരാൻ പറഞ്ഞു, ഇല്ലടാ ഇല്ലടാ, അങ്ങനെ ഒരു വിടുതലല്ലടാ അവക്ക് ഞാൻ കൊടുക്കാൻ പോകുന്നത്. ഇന്നലെ രാത്രി പത്രോസിനോട് പറഞ്ഞില്ല, പക്ഷെ യേശു പിതാവിനോട് പറഞ്ഞു, ഇന്നലെ രാത്രി അവൾ ഉറങ്ങിയത് എൻ്റെ കൂടെ ഇരുന്ന, ഇന്നലെ രാത്രി അവൾ ഉറങ്ങിയിട്ടില്ല. ഇന്നലെ രാത്രി മുഴുവന് ഇതിനകത്ത് സന്ദേശം കേൾക്കുന്ന, യൂട്യൂബിൽ സന്ദേശം കേൾക്കുന്ന നീ ഉറങ്ങി, പക്ഷേ സുറോഫോനിക്കാരിയ കനാന്യ സ്ത്രീ ഉറങ്ങിയില്ല. ഹലോ, വിഷയത്തോടെ വന്നവൾ ഉറങ്ങത്തില്ല, അവൾ മറുപടിക്ക് വേണ്ടി കാത്തിരിക്കും. യേശുവിന്റെ നാമത്തിൽ 91 പ്രാർത്ഥന വെച്ചിട്ട് നിന്റെ വിഷയത്തിന് മറുപടി ഇല്ലാതിരിക്കുമ്പോൾ ദൈവത്തിന് വില കൊടുത്തവളെ, ഇന്ന് പകൽ സന്ദേശം കേൾക്കുന്നുണ്ടെങ്കിൽ നിന്റെ മറുപടി വരുന്നുണ്ട്. യേശുവിന് സ്വസ്ഥത കൊടുക്കാതെ, യേശുവിനെ ഉറങ്ങാൻ കഴിയാതെ വണ്ണം മയങ്ങാതെ ഉറങ്ങാതെ ഇരിക്കുന്ന യേശുവിൻ്റെ കൂടെ ഒറ്റ രാത്രി വിഷയം പകർന്നു കൊടുത്ത് കരഞ്ഞു പ്രാർത്ഥിച്ചു. വേദപുസ്തകത്തിനകത്തില്ല, ഞാൻ വെളിപ്പാടില്ല ദൂത് പറയുകയാ. അവൾ യേശുവിനോട് കരഞ്ഞു പ്രാർത്ഥിച്ചു. താനും യേശുവുമായി ആ രാത്രി ഉണർന്നിരുന്ന് അവിടെ കുറവുകളെ ദൈവം ഒന്നൊന്നായി, അവിടെ ബലഹീനതയും കുറവുകളെയും പാപങ്ങളെയും ഒന്നൊന്നായി ദൈവം അഴിച്ചുകൊണ്ടേയിരുന്നു. ഹല്ലേലൂയ. അടുത്ത് കേള്, വെളുപ്പാങ്കാലമാകുമ്പോൾ എൻ്റെ ആത്മാവിലങ്ങ് പറയാം, എൻ്റെ വെളിപ്പാടിലങ്ങ് പറയാം, പുസ്തകത്തിന് അത് അകത്തില്ല, പക്ഷെ നേരം പുലർന്നു വരുന്ന സമയത്തിനു മുമ്പ് അവൾ ഉറച്ച ഒരു തീരുമാനമെടുത്തു. എന്താണ് സുറോഫോനിക്കാരിയായ കനാന്യ സ്ത്രീ എടുത്ത തീരുമാനം? ഞാൻ പറയാ, അവളെടുത്ത തീരുമാനം ഇങ്ങനെയാണ്. പക്ഷേ അതിനു മുമ്പ്, മണിക്കൂറുകൾക്ക് മുമ്പ് അവളെ കുറവുകൾ ഏറ്റുപറഞ്ഞു. എനിക്കൊരു വിടുതൽ കിട്ടിയേ പറ്റത്തുള്ളൂ, പക്ഷെ ഞാൻ നിന്റെ കൂട്ടത്തിൽ വരാം. സ്തോത്രം. പക്ഷേ ഞാൻ എടുത്ത തീരുമാനം ഇതാണ്, ആര് എന്നെ കവലയിലിരുന്ന് കൂകി കളിയാക്കിയാൽ, തിരുമല ടൗണിൽ ഞാൻ വേദപുസ്തകം പിടിച്ചുകൊണ്ട് ഞാൻ നിന്റെ പുറകിൽ വരുമ്പോൾ, ആരൊക്കെ എന്നെ കല്ലെറിഞ്ഞാൽ, എൻ്റെ അപ്പൻ്റെ ഉപ്പാപ്പൻ്റെയും ഹാലയിലെ അപ്പൻ്റെ മക്കള്, ചിറ്റപ്പന്മാരുടെ മക്കള്, സഹോദരന്മാര്, ഹല്ലേലൂയ, ആ കവലയിൽ ബിസിനസ് ചെയ്യുന്നവരാ, അവരെല്ലാം പുറത്തിറങ്ങി കാർക്കിച്ചെൻ്റെ മുഖത്ത് തുപ്പിയാൽ, ആ തുപ്പൽ തുടച്ചുകൊണ്ട് ഞാൻ വന്ന വഴിയെ തിരിച്ചു പോകത്തില്ല. ആരെന്നെ കല്ലെറിഞ്ഞാൽ ആ കല്ലേറ് കൊണ്ടുകൊണ്ട് ഞാൻ നിന്റെ അടുക്കൽ വരും. കാരണം ഇനി ലോകത്തെ ഞാൻ നോക്കത്തില്ല, ഇനി ലോകത്തെ ഞാൻ നോക്കത്തില്ല. എൻ്റെ വിടുതൽ നിന്റെ സന്നിധിയിൽ നിന്നാണ് വരേണ്ടത്. ഇന്ന് പകൽ ഹല്ലേലൂയ, ആ വിടുതൽ ദൈവസന്നിധിയിൽ നിന്ന് വരട്ടെ. ഇന്ന് പകൽ നീ ദൂത് കേൾക്കുന്ന ദൈവ പൈതലേ, ആരൊക്കെ നിന്നെ കളിയാക്കിയാൽ, കവലകളിൽ നിന്ന് കുറ്റം പറഞ്ഞാൽ, ഇല്ലാത്ത അസത്യവാക്ക് പറഞ്ഞ് നിന്നെ വേദനിപ്പിച്ചാൽ, അവൾ പറഞ്ഞു, ഞാൻ പ്രതികരിക്കത്തില്ല. എന്റെ വിഷയം യേശു, 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 യേശു. എന്റെ തലമുറ വിടുതൽ യേശുവിന്റെ അടുക്കലുണ്ട്. നീ കൊണ്ടുവന്ന ഭാരം ഇന്ന് പകലിൽ യേശുവിന്റെ കയ്യിൽ കൊടുക്ക്. അവൻ നിന്നെ വിടുവിക്കുന്ന ദൈവം. പരിശുദ്ധാത്മാവ് എന്നോട് പറയുന്നു, ഈ സന്ദേശം കേട്ടുകൊണ്ട് ചില ഭവനങ്ങളിൽ, ചില തെരുവീതികളിൽ, പ്രയർ ഹാളുകളിൽ, ബെഡ്റൂമുകളിൽ, ജോലി സ്ഥാപനങ്ങളിൽ, കമ്പനി വർക്കുകളിൽ, ഓഫീസ് റൂമുകളിൽ നിങ്ങൾ ഇരുന്ന് സന്ദേശം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ സമാധാനവും സ്വസ്ഥയും നഷ്ടപ്പെട്ടിരിക്കുന്ന തലമുറകൾക്ക് വേണ്ടി കരയുന്ന മാതാപിതാക്കളെ, നിന്റെ മറുപടി വരുന്നുണ്ട്, മറുപടി വരുന്നുണ്ട്. കരമടിച്ച് കർത്താവിന് സ്തോത്രം ചെയ്യും. ഹല്ലേലൂയ. ഒന്ന് ശ്രദ്ധിച്ചേ, ഒന്ന് ശ്രദ്ധിച്ചേ. ആ സഹോദരി എന്നാന്നറിയോ, നേരം പുലരുന്നതിന് മുമ്പ് തീരുമാനം ഉറപ്പായി. പക്ഷെ നമുക്കൊരു വിടുതലില്ലാത്തതിൻ്റെ കാര്യം എന്നാണെന്നറിയാമോ, നമ്മളെ തീരുമാനം കറക്റ്റല്ല. ഒന്ന് സ്വോത്രം പറഞ്ഞേ, സ്വോത്രം പറഞ്ഞേ. നമ്മൾ ഈ കാളേര കാല് പോലെയാ. ഒന്ന് സ്വോത്രം പറഞ്ഞേ. അല്ലെ, കാളേര വാല് പോലെയാ. കാളേര വാല് കണ്ടിട്ടില്ലേ?
ലൈബോയ് സോപ്പ് കൊണ്ട് എത്ര കഴുകി വൃത്തിയാക്കിയിട്ടാലും ഈ സാധനം പിന്നെ നേരെ കിടക്കത്തില്ല. വീണ്ടും ഇവൻ കോമാളിയിലും ചാണകത്തിലിട്ട് അടിക്കും. വീണ്ടും എന്ത് ചെയ്യും? ഇത് വീണ്ടും 4 സൈഡിൽ നിന്ന് തെറിക്കും. സ്വോത്രം പറ. ഒരു തവണ കഴുകി വൃത്തിയാക്കി കുളിപ്പിച്ച് ഇതിനകത്ത് കൊണ്ടുവന്നതാണ്. സ്വോത്രം പറ. വീണ്ടും ആവശ്യമില്ലാത്തത് കയറി വരുമ്പോൾ നമ്മൾ എടുത്ത് കുടയുമ്പോൾ 4 സൈഡിൽ തെറിക്കും. തെറിക്കുമ്പം പിന്നെ നമ്മുടെ സ്വോത്രം പറഞ്ഞില്ല, നമ്മുടെ കൃപ അതോടെ അങ്ങ് നഷ്ടപ്പെടും. ഒന്ന് സ്വോത്രം പറഞ്ഞേ. പിന്നെ വേണമെങ്കിൽ പറയും പ്രസംഗിക്കുന്ന സുരൻ പാസ്റ്റർക്ക് പണ്ടത്തെ കൃപയൊന്നുമില്ല, അതുകൊണ്ട് ഇപ്പോൾ വേറൊരു പുള്ളി എറണാകുളത്തു നിന്ന് വന്നിട്ടുണ്ട്. ആമേ സ്തോത്രം. സഭായോഗമൊക്കെ തുടങ്ങിയിട്ടുണ്ട്. ആമേ ഇപ്പം അവിടെ തുടങ്ങും. കാരണം ഇപ്പം പാസ്റ്റർ വന്ന് വീട്ടിൽ ഇരുന്ന സാധനത്തെ ഇറക്കി വിട്ടത്. പക്ഷേ ഇപ്പോൾ മണ്ണിൽ കുടുംബങ്ങളൊക്കെ ചുറ്റിക്കെട്ടി വെച്ചിട്ടുണ്ട്. മണ്ണിൽ നിന്ന് പോകണമെങ്കിൽ ആമേ സ്തോത്രം എല്ലാവരും കൂടി ഒരുമിച്ചിരിക്കണം. ഒന്ന് സ്വോത്രം പറയാം. അപ്പം വേറൊരാൾ പറയും, ഞാൻ പറയാം, നിൻ്റെ ആയുസ് വരെ നിനക്കൊരു വിടുതൽ കിട്ടണമെങ്കിൽ ഒന്ന് പെന്തക്കോസുകാർ ഗുണപ്പെടണം. ഈ പെന്തക്കോസുകാർ ഇന്ന് വരെയും ആമേ സ്തോത്രം എല്ലാവരുടെ കാര്യമല്ല കേട്ടോ, പ്ലീസ്, എല്ലാവരുടെ കാര്യമല്ല പറയുന്നേ. ഇന്ന് ഏറ്റവും കൂടുതൽ കെട്ടും പൂട്ടും അഴുപ്പും ഉള്ളത് പെന്തിക്കോസുകാർക്കേ ഉള്ളൂ. കത്തോലിക്കക്കാരനതില്ല, മർത്തോമക്കാരനതില്ല, CSIക്കാരനതല്ല, ഇവിടുത്തെ മുസ്ലിമിനതില്ല, ഹിന്ദുവിനതില്ല. ഏറ്റവും കൂടുതൽ ബന്ധന അഴുപ്പും കെട്ടും പൂട്ടും പെന്തിക്കോസുകാർക്കാണ്. ഒരു പ്രവാചകൻ വന്ന് ദൂത് പറഞ്ഞ് കെട്ടഴിച്ചിട്ട് പോകുമ്പോൾ അടുത്ത 3 ദിവസം കഴിയുമ്പോൾ അല്ലെങ്കിൽ ഒരാഴ്ച കഴിയുമ്പോൾ അടുത്തൊരു ഉപവാസ പ്രാർത്ഥന ചെന്ന് കയറുമ്പോൾ അടുത്ത് വേറൊരു പുള്ളി പറയുകയാണ് അവിടെയല്ല തടസ്സം, വേറൊരു സ്ഥലത്താണ്. അപ്പോൾ പറയും പാസ്റ്റേ ആ പ്രവാചകനെ കൊണ്ടുപോവാ, ആ കെട്ടൊന്ന് അഴിച്ചു തരാൻ പറയാം. സ്വോത്രം പറയാം. ഹല്ലേലൂയ. ആമേ. ഞാൻ 2-3 ദിവസങ്ങൾക്ക് മുമ്പ് പത്തനംതിട്ടയിൽ ഒരു പ്രോഗ്രാമിന് പങ്കെടുത്തു. ഏറ്റവും പ്രായമുള്ളൊരു ദൈവദാസൻ, ആ ടീമിൽ 10 പേരുണ്ടായിരുന്നു. പ്രായം കൂടിയ ഒരു ദൈവപുരുഷൻ, ദൈവമനുഷ്യൻ, കർത്താവ് ശക്തമായി ഉപയോഗിക്കുന്ന ഒരു ദൈവദാസൻ. അദ്ദേഹത്തിൻ്റെ പേര് ഞാൻ പറയുന്നില്ല, കാരണം ആമേ ഹല്ലേലൂയ യൂട്യൂബിൽ എല്ലാവരും ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുക. അദ്ദേഹത്തിൻ്റെ സഭയിൽ ചില നാളുകൾക്ക് മുമ്പ് ഒരു ദൈവദാസൻ വന്ന് കെട്ടുണ്ട്, ബന്ധനമുണ്ട് എന്ന് പറഞ്ഞു. പുള്ളി പറഞ്ഞു, ശുശ്രൂഷ അവിടെ നിർത്തിയിട്ട് പറഞ്ഞു, ഈ പറഞ്ഞ കെട്ടും ബന്ധനം അടിക്കാൻ പറഞ്ഞു, അടിച്ചിട്ട് പെയ്യാ മതി എന്ന്. സ്വോത്രം പറഞ്ഞേ. ഹല്ലേലൂയ. ഈ പാവപ്പെട്ട ദൈവമക്കളെ കളിപ്പിക്കാൻ ചില ആളുകളുണ്ട് കേട്ടോ. ഹല്ലേലൂയ. ഞാൻ പറയാ, ഈ ബന്ധനം അഴിപ്പും ആമേ ഹല്ലേലൂയ ഇത് കത്തിപ്പെന്ന് പറഞ്ഞ ദൈവം കൊടുക്കുന്ന ശുശ്രൂഷ ചിലർക്ക് കൊടുത്തിട്ടുണ്ട്. അവരടിച്ചാൽ ഇത് അഴിയത്തുള്ളൂ. കാരണം തമ്പുരാന്റെ കരം ഇറങ്ങി വന്നാൽ ഈ കെട്ട അഴിയത്തുള്ളൂ. എല്ലാവരും അടിച്ച ഇത് അഴിയത്തില്ല. അതുകൊണ്ട് വൈറ്റിപ്പിഴപ്പിന്റെ മാർഗമനുസരിച്ച് ചില ദൂതുകളും വെളിപ്പാടുകളും പറയാ. ഇന്ന രീതിയിലൊക്കെ ഇന്ന വേദത്തിൽ ഇന്ന വകുപ്പിൽ ഇന്നതുപോലെയൊക്കെ വന്നിട്ടുണ്ട്, പ്രാർത്ഥിച്ചോ എന്ന് പറഞ്ഞ് നിന്റെ തലയ്ക്ക് വെച്ചിട്ട് പോകും. യൂട്യൂബിൽ എന്നെ ശ്രദ്ധിക്കുന്ന ദൈവമക്കൾ ഇത് മനസ്സിലാക്കണം. പാവപ്പെട്ടവ മരുഭൂമി ചെന്നിരുന്ന് കഷ്ടപ്പെട്ട് കണ്ണുനീരൊഴി കരഞ്ഞ് വീട്ടിൽ ചെലവിന് അയച്ചു കൊടുക്കുന്ന പൈസ പിള്ളേർക്ക് ബിസ്ക്കറ്റും പാല് പോലും മേടിച്ചു കൊടുക്കാതെ മേശയ്ക്കകത്ത് ഡയറിക്കകത്ത് കൊണ്ടുവച്ചിട്ട് ഏതെങ്കിലും അവനെ വിളിച്ചിട്ട് ബന്ധനം എന്ന് പറഞ്ഞ് വീട്ടിൽ വന്ന് 5000 10,000 കൊടുത്ത് പ്രാർത്ഥന വെച്ചിട്ട് ബന്ധനം അഴിഞ്ഞില്ലെന്ന്. നിങ്ങൾ വല്ല ഇത് കേൾക്കുന്നുണ്ടോ? ഇന്ന് ഗുണപ്പെട്ടോണം. എന്തൊരു ബന്ധനം! അറയിൽ കടന്ന് വാതിലടച്ച് അകത്ത് കയറി രഹസ്യത്തുള്ള പിതാവിനോട് മത്തായി 26:39 എടുത്തോണ്ട് കയറണം. കമന്ന് വീണ് കിടന്ന് ദൈവസന്നിധിയിൽ കരഞ്ഞ് പ്രാർത്ഥിക്കണം. നിന്നെ കൊണ്ട് പറ്റാത്തതുണ്ടെങ്കിൽ അപ്പോസ്തലന്മാരുണ്ട്, അവരെ വിളിച്ച് പ്രാർത്ഥിച്ച കെട്ടിനെ അഴിപ്പിക്കണം. എല്ലാവരും വന്ന് അഴിച്ചാൽ അഴിയത്തില്ല. ഞാൻ കഴിഞ്ഞ ചില ആഴ്ചകൾക്ക് മുമ്പ് യൂട്യൂബിൽ ഒരു സന്ദേശം ഇട്ടു. ഒരു ശരീരത്തിൽ നിന്നും ഭൂതങ്ങളെ എങ്ങനെ പുറത്താക്കാം. ഇവിടെ പലരും ഭൂതങ്ങളെ പുറത്താക്കുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്, ഒരാൾ ചെയ്യുന്നത് കണ്ടിട്ടുണ്ട്. കുഞ്ഞുനാളിൽ ഭൂതം പിടിച്ചിരിക്കുന്ന ശരീരത്തിൽ നിന്നും ആ ഭൂതത്തെ വേറൊരു ആ കുടുംബത്തിൽപ്പെട്ട ആരെങ്കിലും ഒരു ശരീരത്തിൽ കൊണ്ടുവന്നിട്ട് ആ ദൈവദാസൻ കഴിഞ്ഞ നാളുകൾ പോയ വീട്ടിലെ ശുശ്രൂഷയും തൻ്റെ വീട്ടിലെ കാര്യങ്ങളെല്ലാം അടുത്ത ശരീരത്തിൽ കയറ്റിയിട്ട് അവരെന്ന് ചോദിച്ച് മനസ്സിലാക്കും. ഇതാണ് അവരുടെ കൃപ. അങ്ങനെയല്ല യേശു ചെയ്ത ശുശ്രൂഷ. ഭൂതം ബാധിച്ച മനുഷ്യനെ നോക്കി യേശു പറഞ്ഞു, സാത്താനേ, ഈ ശരീരം വിട്ട് പുറത്തേക്ക് പോ. നിങ്ങൾ ആരെങ്കിലും ഇവിടെ ഉണ്ടോ? വഴിയിൽ കല്ലെറിയാൻ ആളുകളുണ്ടാകും. കണ്ണുനീരൊഴുകി കരയുന്ന നിനക്ക് വേണ്ടി അനുകൂല വാക്ക് പറയാൻ ഒരു മനുഷ്യനും ഉണ്ടാകത്തില്ല. പക്ഷെ നിന്റെ കണ്ണുനീര് തുരുത്തിൽ വീണിട്ടുണ്ടെങ്കിൽ നിനക്ക് വേണ്ടി ഇന്നലെ വരെ കണ്ടിട്ടില്ലാത്ത ചില വ്യക്തികളെ ആയിരിക്കും നിനക്ക് വേണ്ടി ദൈവം ഉപയോഗിക്കുന്നേ.
ആമേൻ. ഒത്തിരി തൊഴുത്തുകളിൽ നിങ്ങൾ പോയി ആരാധിച്ചവരാ. ഇന്ന് പകൽ ആത്മനിയോഗത്തിൽ പറയാ, ഈ സഹോദരിനെ പോകാൻ ഒരിടമില്ല. അവൾ എല്ലായിടും പോയി തളർന്നവളാ. ആമേൻ. അവൾ എടുത്ത തീരുമാനം എന്നാണെന്നറിയോ? എൻ്റെ അച്ചാച്ചന്മാരും എൻ്റെ സഹോദരന്മാരും എൻ്റെ ഉപ്പാപ്പന്മാരും ഉപ്പാപ്പൻ്റെ മക്കളും എല്ലാവരും കവലയിൽ നിൽപ്പുണ്ട്. അവരെന്നെ കല്ലെറിഞ്ഞ് കൊന്നാലും, എന്നെ കാർക്കിച്ച് തുപ്പിയാലും, എന്നെ അസഭ്യ വാക്ക് പറഞ്ഞാലും ഞാൻ യേശുവിൻ്റെ അടുക്കലെത്തിയിരിക്കുന്നു. എൻ്റെ കുഞ്ഞിൻ്റെ വിഷയം പറയും. വായിച്ചേ. ആമേൻ. സോർ സീദോൻ എന്ന പ്രദേശങ്ങളിൽ കൂടി വാങ്ങിപ്പോയി ആ ദേശത്ത് നിന്ന് ഒരു കനാന്യ സ്ത്രീ വന്ന് യേശുവിനോട്, കർത്താവേ ദാവീദ് പുത്ര, എന്നോട് കരുണ തോന്നണമേ. അടുത്തത്, എൻ്റെ മകൾക്ക് ഭൂത ഉപദ്രവം അതികഠിനമായിരിക്കുന്നു എന്ന് പറഞ്ഞു. അടുത്ത്, അവൻ അവളോട് അവൻ അവളോട് ഒരു വാക്കും ഉത്തരം പറഞ്ഞില്ല. ഇപ്പൊ നിങ്ങൾ ഇരിക്കും പോലെ കണ്ടോ? പ്രാർത്ഥിക്കുന്ന നിന്നെ നോക്കി ടാർച്ചുറ്റിടുന്നവർ, നിന്നെ നോക്കി കളിയാക്കിയവർ, നിന്നെ പരിഹസിച്ചവർ, ഇല്ലാത്ത വർത്തമാനങ്ങൾ പറഞ്ഞ് ദേശത്ത് പരത്തി നിന്നെ അപവാദം പറഞ്ഞ് സൃഷ്ടിച്ചവരുടെ നടുവിൽ അവൾ പറഞ്ഞു, ഇന്നലകളിൽ വരെ ഉള്ളത്, ഇന്നലെ രാത്രി വരെ ഉള്ളത്, ഞാൻ യേശുവിൻ്റെ കൂടെ പ്രാർത്ഥിക്കാൻ തുടങ്ങിയപ്പോഴുണ്ടല്ലോ, അതുവരെ ഉള്ളതെല്ലാം ഞാൻ ആരുടെ മുമ്പ് ഇറക്കി വെച്ചു? ദൈവത്തിൻ്റെ പാദത്തിൽ ഇറക്കി വെച്ചു. പക്ഷേ ഇപ്പം എൻ്റെ മനസ്സും എൻ്റെ ഹൃദയവും ക്ലിയറാ. സ്വത്രം പറ. മനസ്സും ഹൃദയവും ക്ലിയർ ഉള്ളവർ മാത്രം കരം ഉയർത്തി സ്വത്രം പറ. ഭർത്താവിനോട് പിണങ്ങിയിരിക്കുന്നവർ സ്വത്രം. 5000 രൂപ അയച്ചു തന്നിട്ട് അതുകൊണ്ട് പറ്റത്തില്ല, 10 രൂപ അയച്ചു തരണം ചേട്ടാ എന്ന് പറഞ്ഞവർ, ഒന്നിൽ കുറവില്ലാത്ത തികഞ്ഞവരുണ്ടെങ്കിൽ കരം ഉയർത്തി സ്വത്രം പറ. തികഞ്ഞവരാര്? ഞാനടക്കം നമ്മളെല്ലാവരും ബലഹീനരാ അല്ലേ? ഒന്ന് സ്വത്രം പറഞ്ഞേ. ഇല്ല അച്ഛാ, ഹല്ലേലൂയ. എന്നാ ഞാൻ പറയാം. ഇവിടെ എന്ത് ചെയ്യുന്നറിയാമോ? അവളെ കുറവുകളെ യേശുവിൻ്റെ അടുക്കൽ വരുന്നതിന് മുമ്പ് ഇറക്കി വെച്ചു. ഇത് സാത്താനും കണ്ടില്ല, അവിടെ ആങ്ങളമാരും കണ്ടില്ല, ആ ദേശത്തിലെ നാട്ടുകാരും കണ്ടില്ല. പക്ഷെ കണ്ടതെൻ്റെ ദൈവം. ആമെ. വാക്കുകൾ കൊണ്ട് നിന്നെ വേദനിപ്പിച്ച് കണ്ണുനീര് കുടിപ്പിച്ച് ഇല്ലാത്ത അപവാദങ്ങൾ പറഞ്ഞ് നിനക്കെതിരെ, നിന്റെ തലമുറയ്ക്കെതിരെ, നിന്റെ തലമുറയ്ക്കൊരു ഭാവി വരുമ്പോൾ തൊട്ടപ്പുറത്ത് അവളുടെ വായിൽ കൂടി പിശാച് മറഞ്ഞിരുന്നിട്ട് ഇന്നാരല്ലേ അവൻ്റെ മകൻ ശരിയല്ല എന്ന് പറഞ്ഞ് വന്നവരെ തിരിച്ചാട്ടി പുറത്ത് തിരിച്ചു മടക്കി അയക്കുമ്പോൾ പരിശുദ്ധാത്മാവ് നിർത്തിയിട്ട് പറയും, ദൈവാലോചന ഉള്ളതിനെ നിന്റെ മുറ്റത്തുത കൊണ്ടുവരാൻ പോകുകയാ. പരിശുദ്ധാത്മാ പറയുന്നു, 2025 9-ാം മാസം, ഇത് 5-ാം മാസം, അടുത്ത 4 മാസം കൂടെ കഴിഞ്ഞ് 9-ാം മാസം 30-ാം തീയതിക്കുള്ളിൽ ഇതിനകത്ത് വിലപിച്ച് കരഞ്ഞുകൊണ്ടിരിക്കുന്ന ചിലരുടെ തലമുറയുടെ ഭാവി ദൈവം കരുതാൻ പോകുകയാ. ഭാവി കരുതാൻ പോകുകയാ. കണ്ണുനീരൊഴുകി പ്രാർത്ഥിച്ചോ. തലമുറ വിഷത്തിന് വേണ്ടി ഓടിക്കൊണ്ടിരിക്കുന്നവർ, ജോലിക്ക് വേണ്ടി കരഞ്ഞ് മനസ്സില്ല മനസ്സോടെയാ ഇന്ന് നീ വന്നേ. ഇന്നലെ നീ തീരുമാനമെടുത്ത് ഞാൻ വരത്തില്ല മമ്മി, ഇന്ന് വന്നില്ലെങ്കിൽ നിനക്ക് നഷ്ടമായിരുന്നടാ. നിന്റെ മനസ്സിനെ ആശയക്കുഴപ്പത്തിലിട്ട് നീ ഏതിച്ചെന്ന് കൈവച്ചാൽ അത് വിജയിച്ച് പുറത്തു വരാൻ കഴിയാതെ വണ്ണം നിന്നെ തെള്ളി പുറത്തോട്ട് കൊണ്ടുപോകുന്ന ഒരു ശപിക്കപ്പെട്ട മണ്ഡലം ഇന്ന് പകൽ അഴിഞ്ഞുകൊണ്ടിരിക്കുകയാ. ഞാൻ കാണുന്നു നിന്റെ ചെറുകുടൽ വൺകുടൽ ആമാശ ഭിത്തിക്കുള്ളിൽ അഴിഞ്ഞുകൊണ്ട്, ഞാൻ രാവിലെ വെള്ളം പ്രാർത്ഥിച്ചു തന്നതാ, അത് അഴിഞ്ഞുകൊണ്ടിരിക്കുകയാ. നിന്റെ മനസ്സ് മാറാൻ പോകുകയാ. നിന്നെക്കുറിച്ച് ദൈവത്തിന് വലിയ പദ്ധതിയുണ്ട്. ആ മെഹല്ലിൽ തടസ്സപ്പെടുത്തിയവൻ്റെ മുമ്പിൽ, നിന്നെക്കുറിച്ച് എതിര് പറഞ്ഞ ആ നാവിൻ്റെ മുമ്പിൽ ദൈവം കയ്പും മുള്ളേറിയതുമായ മണ്ഡലത്തിൽ നിന്ന് ദൈവം നിന്നെ മാനിക്കാൻ പോവുകയാ. ഹല്ലേലൂയ. അച്ഛാ, ചില ആഴ്ചകൾക്ക് നമുക്ക് ഒരുമിച്ച് കാണാൻ കഴിഞ്ഞില്ലെങ്കിൽ ഇന്ന് പകൽക്കാലം നിന്നെ നിന്റെ പ്രിയപ്പെട്ട ഇതിനകത്ത് കൊണ്ടുവന്നത് വർഷങ്ങൾ കൊണ്ട് കണ്ണുനീരൊഴുകി കരയുന്നൊരു വിഷയത്തിന് പ്രവാചകന്റെ നാവായിരുന്നു ഞാൻ ദൂത് പറഞ്ഞ് നിങ്ങളെ സുഖിപ്പിച്ച് വിടുന്ന ഒരു ദൂതല്ല. പക്ഷെ കണ്ണുനീരൊഴുകി കരഞ്ഞ വിഷയത്തിൻ്റെ മറുപടി 9-ാം മാസം 30-ാം തീയതിക്കുള്ളിൽ നിന്റെ കുടുംബത്തിൽ അത് കാണും. അത് കാണുമെന്നേ. കല്ലെറിയാനിരുന്നവർ, കളിയാക്കാനിരുന്നവർ, കാർക്കിച്ച് തുപ്പാനിരുന്നവൾ ഒറ്റയ്ക്ക് നിലവിളിച്ചുകൊണ്ട് ഇറങ്ങി വന്നപ്പോൾ കുറ്റം പറഞ്ഞവിടെ നടുവിൽ, ഹലോ
ഇപ്പൊ പുരുഷാരത്തിന്റെ അടുക്കലേക്ക് പുള്ളിക്കാരി എത്തി. യേശുവേ ദാവീദ് പുത്ര എന്നെ സഹായിക്കണമേ എന്നുള്ള വിളിയും പൊങ്ങുകയാ. പക്ഷെ യേശു കേട്ട ഭാവം അതെന്താ യേശു അങ്ങനെ കാണിച്ചേ? എൻ്റെ പൊന്നു സുരൻ പാസ്റ്ററെ, നിങ്ങളല്ലേ ഒരു 2 മിനിറ്റ് മുമ്പേ പറഞ്ഞത് ഇന്നലെ രാത്രി അവളും ഉറങ്ങിയിട്ടില്ല യേശു ഉറങ്ങിയിട്ടില്ല, അവിടെ കുറവുകളെല്ലാം യേശു ക്ഷമിച്ചു കൊടുത്തു എന്ന് നിങ്ങളല്ലേ ഇപ്പം 2, 3, 5 മിനിറ്റ് മുമ്പേ പ്രസംഗിച്ചത്? ഇപ്പം എന്താ വായിച്ചത്? യേശുവേ ദാവീദ് പുത്ര എന്നോട് കരുണ ഉണ്ടാകണമേ, എൻ്റെ ഭൂതോപദ്രവം കഠിനമായിരിക്കുന്നു നിലവിളിച്ചു പറഞ്ഞു. അവൻ അവളോട് ഒരു വാക്കും, സ്വോത്രം പറ, ഒന്ന് സ്വോത്രം പറ, അവൾ ഒരു വാക്കും അവനോട് എന്ത് ചെയ്തില്ല, വിളി നിർത്തിയോ? അവള് ഒന്ന് പ്രതികരിക്കേ, വിളി നിർത്തിയോ? ഇല്ല. അതെന്താ വിളി നിർത്താത്തെ? തടസ്സം വരുമെന്ന് അവക്കറിയാം. എന്ത് തടസ്സം വന്നാലും ഇനി എൻ്റെ മകളെയും കൊണ്ടൊരു ക്ഷേത്രത്തിൽ ഞാൻ പോകത്തില്ല, ഇനി ഒരു മന്ത്രവാദിയുടെ മുമ്പിൽ ഞാൻ ഇരുത്തി കൊടുക്കത്തില്ല. പക്ഷെ എൻ്റെ കുഞ്ഞിൻ്റെ വിഷയം തമ്പുരാൻ്റെ കരത്തിൽ ഞാൻ കൊടുത്തു കഴിഞ്ഞു. ദൈവത്തിൻ്റെ കരത്തിൽ നിന്റെ വിഷയത്തെ പൂർണ്ണമായി വിട്ടുകൊടുത്താണ് ഈ ദൂത് കേൾക്കുന്നതെങ്കിൽ ആമേൻ, നിന്റെ വിഷയത്തിന് മറുപടിയാവും. ആമേൻ. യേശുവേ ദാവീദ് പുത്ര എന്നോട് കരുണ തോന്നണമേ എന്ന് അവൾ ആർപ്പിട്ട് നിലവിളിച്ചിട്ടും യേശു ഒരു ഉത്തരവും മറുപടിയും അവളോട് പറഞ്ഞില്ല. വായിച്ചേ മോളെ, ഒന്നുകൂടി വായിച്ചത്. വായിച്ചതിൻ്റെ താഴോട്ട്. അവൻ അവളോട് ഒരു വാക്കും ഉത്തരം പറഞ്ഞില്ല. അവൻ്റെ ശിഷ്യന്മാർ അടുക്കെ വന്ന്, അവൾ നമ്മുടെ പിന്നാലെ നിലവിളിച്ചു കൊണ്ടുവരുന്നു, അവളെ പറഞ്ഞയക്കണമേ എന്ന് അവനോട് അപേക്ഷിച്ചു. മതി. ഹലോ, എന്നെ നോക്ക്. 12 ശിഷ്യന്മാരും രമ്യ യേശുവിൻ്റെ അടുക്കൽ വന്നിട്ട് പറയുക, കർത്താവേ, മിനിസ്ട്രി ചെയ്യാൻ പറ്റിയ ഒരു സഹോദരിയാണ്, പക്ഷെ കൂട്ടത്തെ ആരുമല്ല, അവളെല്ലാം വിട്ട് ഇറങ്ങി വന്നവളാണെന്ന് തോന്നുന്നു, നീ അവളെ ഒന്ന് സഹായിക്കേ. റെക്കമെൻഡേഷൻ ചെയ്യാനോ പരിചയപ്പെടുത്താൻ ആരുമില്ല. ഞാൻ പറയാ, ആമെ, കുടുംബക്കാരുടെ ഇടയിൽ നിന്ന് സകലതും വിട്ട് നീ ക്രിസ്തുവിൻ്റെ വഴിക്കിറങ്ങിയിട്ട് വർഷങ്ങൾ കഴിഞ്ഞിട്ടൊരു മറുപടി ഇല്ലാതെ നീ മനോവസനത്തോടുകൂടി ഇതിനകത്തിരുന്ന് ദൂത് കേൾക്കുന്നുണ്ടെങ്കിൽ ആമെ, ഉറപ്പായിട്ട് പറയാ, 2025 കഴിയത്തില്ല, ദൈവം എണ്ണി എണ്ണി നിന്നെ അനുഗ്രഹിക്കും. ആമെ, ദൂത് മനസ്സിലാവേ, കരമടിച്ച് കർത്താവിനൊന്ന് സ്വത്രം ചെയ്തോ. ഇന്ന് പകൽ നിന്റെ ചരിത്രം മാറുകയാണ്. ആമേ, വിശ്വാസത്തോടെ വന്നവരെ ദൈവം നിരാശപ്പെടുത്തി തിരിച്ചയക്കുന്ന ഒരു ദൈവത്തെ അല്ല ഇന്ന് പകലിൽ ഞാൻ സേവിക്കുന്ന ദൈവം. ഒന്ന് ശ്രദ്ധിച്ചേ. ആമേൻ. ശിഷ്യന്മാർ പറയുക, കർത്താവേ, അവക്ക് കൊടുക്കാൻ വല്ലതും ഉണ്ടെങ്കിൽ കൊടുത്തു വിട്, അവൾ പൊയ്ക്കോട്ടെ. അവൾക്ക് കൊടുക്കാൻ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അവൾ കൊണ്ടുവന്ന വിഷയത്തെ എന്ത് ചെയ്ത് നീ മറുപടി കൊടുത്തു വിട്, അവള് വിടുതലായിട്ട് പോകട്ടെ. പിന്നെ താഴോട്ട് വായിരു മോളെ. അതിന് അവൻ, ഇസ്രായേൽ ഗൃഹത്തിലെ കാണാതെ പോയ ആടുകളുടെ അടുക്കലേക്കല്ലാതെ എന്നെ. ഈ കാണാതെ പോയ ആടാരാ? കാണാതെ പോയ ആടാരാ? 100 എണ്ണത്തിന്റെ ഇടയിൽ നിന്ന് ഒന്ന് എന്ത് ചെയ്തു? എടാ, വാഗ്ദത്തം ഉള്ളതിനെ പിശാച് എന്ത് ചെയ്യും? നഷ്ടപ്പെടുത്തി കളയും. അതാണ് നിന്റെ തലമുറ. അതിനെയാണ് അവൻ കയറി ചുറ്റിയത്. ആ കെട്ട് അഴിഞ്ഞേ പറ്റത്തുള്ളൂ. മാനസിക വിഭ്രാന്തികളിട്ട്, ശൂന്യതയിട്ട്, ചില സമയങ്ങളിൽ നിന്നെ മുൾമുനയിൽ നിർത്തുന്ന ചില പൈശാചിക തന്ത്രങ്ങൾ ഇന്ന് പകൽ ചില പുരക്കകത്തും ചില തലമുറ അഴിയട്ടെ. അഴിയട്ടെ. വായിരേ. അവള് പോയില്ല. ഹലോ, അവള് പോയില്ല. 2ാം പ്രാവശ്യം യേശുവിൻ്റെ അടുക്കൽ വന്നിട്ട് പറയുക, കർത്താവേ, കർത്താവേ, എന്നെ ഒന്ന് നീ സഹായിക്കേ. കരഞ്ഞ് കെഞ്ചുകയാ, കർത്താവേ, നീ എന്നെ ഒന്ന് സഹായിക്കേ എന്ന് പറഞ്ഞ് വീണ്ടും 2ാമത് യേശുവിനെ നമസ്കരിച്ചു. അടുത്ത്
മക്കളുടെ അപ്പമെടുത്ത് നായ്ക്കുട്ടികൾക്ക് ഇട്ടുകൊടുക്കുന്നത് നന്നല്ല. നിങ്ങൾ വല്ലതും കേട്ടോ? ഈ വായിച്ചത് കേട്ടോ? ഇത് ആർക്കുള്ള ആഹാര? ഇത് ആർക്കുള്ള അപ്പോ? എൻ്റെ മക്കൾക്കുള്ളതാ. എൻ്റെ മക്കൾക്കുള്ള ആഹാരം എടുത്ത് ഞാൻ ആർക്ക് കൊടുക്കൂല? ഞാൻ ആർക്ക് കൊടുക്കൂല? ഹലോ, എന്നെ നീ നായ്ക്കുട്ടിയാ. ഈ യൂട്യൂബിൽ തൂത് കേട്ടുകൊണ്ടിരിക്കുന്ന ദൈവ പൈതലേ, ഏത് മണ്ഡലം നിനക്കെതിരെ ഉയർന്നു പൊങ്ങി വന്നാലും ആരൊക്കെ നിന്നെ ആക്ഷേപിച്ചാലും നിന്ദിച്ചാലും പരിഹസിച്ചാലും യേശു ഒരു കൈ നോക്കും. നിന്റെ വിശ്വാസം എത്രത്തോളം വർദ്ധിച്ചെന്ന് അവനൊന്ന് നോക്കും. സുറോഫോനിക്കക്കാരിയായ കനാന്യ സ്ത്രീയെ നോക്കി പറഞ്ഞു, ഇതെൻ്റെ മക്കൾക്കുള്ള ആഹാരമാ, ഇതെൻ്റെ മക്കളുടെ അപ്പമാ. ഈ അപ്പം എടുത്ത് ഞാൻ ആർക്ക് കൊടുക്കത്തില്ല? നായ്ക്കുട്ടിയായ നിനക്ക് തരത്തില്ല. ഇത് കേട്ട ഉടനെ അവളുടെ മറുപടി എന്തായിരുന്നു? അതിന് അവൾ, അതേ കർത്താവേ, നായ്ക്കുട്ടികളും ഉടയവരുടെ മേശയിൽ നിന്ന് വീഴും. ഹലോ, നായ ഭക്ഷിക്കുന്ന ഏതാരാച്ചാ? നമ്മൾ കഴിക്കുന്ന ബിരിയാണി ചോറില്ലേ, അത് കഴിക്കുമ്പോൾ ഈ കയ്യിലെ ഇടയിലൊക്കെ ഇത് വിരവുമ്പോൾ എന്ത് ചെയ്യും? ഇത് പെരളും. ഇതെല്ലാം കൂടി നമ്മൾ എന്ത് ചെയ്യും? നേരെ വാഷ് ബേസിൽ കൊണ്ട് എന്ത് ചെയ്യും? തിന്നാൻ ഇത് കണക്കാക്കി അവളോട് പറഞ്ഞു. മറുപടി എന്നറിയാമോ? കർത്താവേ, നായ ഭക്ഷിക്കേണ്ടത് നായ ഭക്ഷിക്കട്ടെ, നായ കഴിക്ക, പട്ടി കഴിക്കേണ്ട എച്ചിൽ പട്ടി കഴിക്കട്ടെ, പക്ഷെ എനിക്കുള്ളത് നിന്റെ കയ്യിലുണ്ട്. അത് നടുവിൽ ഇപ്പോഴും നിൽക്കുന്നതെങ്കിൽ, പക്ഷെ നിന്റെ സന്നിധിയിൽ ഒരു വിടുതലുണ്ടെന്ന് എനിക്ക് ഉറപ്പായിട്ട് അറിയാം. ഇന്ന് പകൽ ആ വിടുതൽ കൊണ്ടേ ഞാൻ പോകത്തുള്ളൂ. സഭയൊന്ന് ആരാധിക്ക്, കരമടിച്ചൊന്ന് ആരാധിച്ച്, യേശുവിന്റെ നാമത്തിൽ ഒരു വിടുതൽ നിന്റെ മേൽ ഇറങ്ങി വരട്ടെ. യേശുവിന്റെ നാമത്തിൽ ആ വിടുതൽ നിന്റെ 28-ാമത്തെ വാക്യത്തിൽ യേശു പറഞ്ഞു. 28-ാമത്തെ വാക്യം. യേശു അവളോട്, സ്ത്രീയെ, നിന്റെ വിശ്വാസം വലുത്, നിന്റെ ഇഷ്ടം പോലെ നിനക്ക് ഭവിക്കും. സഹോദരൻ പറ, കറക്റ്റ് മണിക്ക് നിനക്ക് വലിയത്. ഹല്ലേലൂയ. ഞാൻ പറയാ, വിശ്വസിച്ചിറങ്ങിയവളെ തകർക്കാൻ പറ്റത്തില്ല. വിശ്വാസം മുറുകെ പിടിച്ചിറങ്ങിയവളെ, നിന്റെ ഭർത്താവിന് നിന്നെ പിടിച്ച് ഒലയ്ക്കാൻ പറ്റും, പക്ഷേ നിന്നെ നഷ്ടപ്പെടുത്താൻ പറ്റത്തില്ല. കാരണം നിന്റെ അകത്തിരിക്കുന്നവൻ ഉലകത്തിലുള്ളവൻ. ഹലോ, മലവിസർജനത്താൽ സുബോധമില്ലാതെ, വസ്ത്രം പോലും ശരീരത്തിൽ ഉടുക്കുവാൻ സുബോധമില്ലാതെ പ്രായപൂർത്തിയായ ഒരു യൗവനക്കാരി മുടിയെല്ലാം ജട പിടിച്ച് ഇടയിൽ ചുവരിനകത്ത് ഹോളിട്ട് അകത്ത് പ്ലേറ്റിൽ തള്ളിക്കൊടുക്കുന്ന ആഹാരം, മലവും ആഹാരവും കൂടി കഴിച്ച് അതിനകത്ത് കിടക്കുന്നവൾ ഓസ് വഴി വെള്ളം ആ ഹോളിനകത്തിട്ട് ശരീരത്തെ നനപ്പിച്ച് അങ്ങനെ അതിനകത്ത് വർഷങ്ങളോളം കിടന്നവൾ യേശു പറഞ്ഞ ദൂത് ഈ ശുശ്രൂഷ